റോബിൻ ബ്രോ നമസ്കാരം. നമസ്കാരം. എന്താ മോനെ പേര്? റയാൻ. റയാൻ. ഓക്കെ ഓക്കെ. മൂത്ത മോനാ? അല്ല, രണ്ടാമത്തെ ആളല്ലേ. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഈ നിയോ എന്ന് പറഞ്ഞ ഇലക്ട്രിക് കാറിൻ്റെ വീഡിയോസ് 2-3 നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു ഈ വണ്ടി കിട്ടാനുണ്ടോയെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആ സമയത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1 വർഷം മുമ്പെയാണ്. പക്ഷെ ഇപ്പം ഞാൻ പണ്ട് വീഡിയോ ചെയ്ത സമയത്ത് ഈ വണ്ടി ഉപയോഗിച്ച ആള് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ബ്രോൻ്റെ അടുത്ത് സ്റ്റോക്ക് വന്നു. അങ്ങനെ ഞാൻ വിളിച്ചേ. ഞങ്ങളിങ്ങനെ വണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നവരെ അന്ന് ഒരു 3 കൊല്ലം മുമ്പ് വണ്ടി എറണാകുളത്തുള്ളൊരു പാർട്ടിയാണ് അന്ന് സെയിൽ ചെയ്തിരുന്നത്. ഓക്കെ. അന്ന് മേടിച്ചവർ തൊട്ട ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു വണ്ടി ഇങ്ങനെയുണ്ട്, സ്റ്റോക്ക് ഉണ്ടെന്നുള്ള വിവരം ഇട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അന്നപ്പോൾ ഇതിപ്പോൾ നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറയാൻ പറ്റുമോ? ഇത് തൃശ്ശൂർ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് വരുന്നത്. മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമല്ലേ? തൃശ്ശൂർ മുണ്ടൂർ. ഞാൻ വരുമ്പം കുറേ ഇങ്ങനെ വഴിക്കൊക്കെ കുറേ വണ്ടികൾ ഉണ്ടല്ലോ. നമ്മുടെ വണ്ടികൾ തന്നെയാണ്. അതെനിക്ക് ഇവിടെ ഇടാൻ സ്ഥലപരിമിതികൾ കാരണം കൊണ്ട് പല ഭാഗങ്ങളെ വീടിന്റെ സറൗണ്ടിങ്സിൽ തന്നെ അത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. വീട്ടിന്റെ അകത്തും ഉണ്ട് അല്ലേ? മുറ്റത്തും ഉണ്ട്, കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതിപ്പോ ഏകദേശം എത്ര വണ്ടികളുണ്ട് ഇവിടെ? ഇവിടെ നമുക്കൊരു 10-18 വണ്ടിയോളം സെയിലിനുണ്ട്. ഇപ്പോൾ 18 വണ്ടികളുണ്ട് സെയിലിനുണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വണ്ടീനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാലോ? ഓക്കെ, നോക്കാലോ. അപ്പം നമുക്ക് ഇതിനെ കുറിച്ചിട്ട്, അതായത് വണ്ടീൻ്റെ ടെക്നിക്കൽ സ്പെക്സ് അല്ലേ, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ ഒരു കാര്യം കൂടി എല്ലാവർക്കും അറിയേണ്ടത്, കാര്യമായിട്ട് അറിയാനുള്ളത്, ഈ വണ്ടി ശരിക്കും എങ്ങനെയാണ്, അതായത് ടാറ്റ നാനോ ലുക്ക് കൊണ്ട് ടാറ്റ നാനോ തന്നെയാണത് അല്ലേ? പിന്നെ എങ്ങനെ ഇത് നിയോ എന്നുള്ള ബ്രാൻഡിലേക്ക് വന്നു എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും. ഇത് വന്നിട്ട് ടാറ്റ കമ്പനിയും ഒരു JM മോട്ടോഴ്സ് എന്നിട്ട് കോയമ്പത്തൂർ ബേസ്ഡ് ഒരു കമ്പനിയുണ്ട്. ഓക്കെ. ടാറ്റയുടെ അത്യാവശ്യം കുറച്ച് പെർഫോമൻസ് കാര്യങ്ങൾക്കൊക്കെ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു വിങ്ങാണ് അവർ. ഓക്കെ. അവരാണ് അതങ്ങനെ ഇലക്ട്രിക് വണ്ടി നാനോയുടെ അതേ ഷെല്ലിൽ 2018 നാനോ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന ആ ഷെല്ലിൽ ഇലക്ട്രിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കൺവേർട്ട് ചെയ്തിട്ടുള്ളതല്ല, ഇലക്ട്രിക് ആയിട്ട് തന്നെയാണ് ആ വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ. കമ്പനി പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നെക്സോണും ടിയാഗോ ഒക്കെ പോലെ തന്നെ ഇതും ഇലക്ട്രിക് ആയിട്ട് തന്നെയാണ് കമ്പനി ഫാക്ടറി ഫിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ. ഇത് വന്നത് നമ്മുടെ ഓല, ഹൈദരാബാദ് IT പാർക്കിലെല്ലാം ഇലക്ട്രിക് വണ്ടികൾ ഓടാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ ഓലയ്ക്ക് വേണ്ടിയിട്ട്, ഓല ക്യാബ്സിന് വേണ്ടിയിട്ട് മോട്ടോർ ക്യാബായിട്ടാണ് ഈ വണ്ടികളെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് ഇറക്കിയത്. അതാണ് ഇതിന്മേ ഓല എന്നുള്ള സ്റ്റിക്കറിൽ കുറച്ച് വണ്ടികൾ കാണുന്നത്. അത് ആദ്യം അവർക്ക് കുറച്ച് വണ്ടികൾ സാമ്പിൾ ഓടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിനുശേഷം ഓക്കെ ആയിട്ടാണ് അവർ ബാക്കി വണ്ടികൾ ചെയ്തിട്ടുള്ളത്. ഒരു 260 വണ്ടികൾ അവർ കമ്പനി ഓലയ്ക്ക് കൊടുത്തു. 1000 വണ്ടിക്ക് ടോട്ടൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓർഡർ കംപ്ലീറ്റ് ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന നേരത്താണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്. 2019 ഇതിലേക്കാണ് മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ 260 വണ്ടി അവർക്ക് ബാലൻസ് കിട്ടി. ബാക്കി വണ്ടികൾ പ്രൊഡക്ഷൻ ലൈനിലായിരുന്നു. ആ നേരത്ത് കൊറോണ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവരുടെ ഈ പ്രൊജക്റ്റ് അതിൽ ഫ്ലോപ്പായി പോയി. അപ്പോഴേക്കും ടാറ്റയിൽ നിന്ന് തന്നെ ടിഗോർ എന്നുള്ള വണ്ടി ഇറങ്ങി. അപ്പോൾ ഇവർ ടിഗോറിലേക്ക് തിരിഞ്ഞു ആ പ്രൊജക്റ്റ്. ഞാനാ അവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ JM മോട്ടോഴ്സിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു 10-75 വണ്ടികൾ. അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല, കാരണം അപ്പോഴേക്കും സേഫ്റ്റി നോംസ് മാറി. ABS എയർ ബാഗ് നിർബന്ധമായി. അപ്പോൾ ആ വണ്ടികളൊന്നും ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ യാർഡിൽ കിടക്കുന്നുണ്ട്. ഞാനതിൽ നിന്നൊരു 10 വണ്ടിയോളം മേടിച്ചിട്ടുണ്ട്. അതോടെ വേറെ പറമ്പിലാണ് ഇട്ടിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് ഈ വണ്ടികൾ വിൽക്കുമ്പോൾ അതിന് സ്പെയർ പാർട്സ് ആവശ്യം വരും. അതിനുവേണ്ടി മാത്രം മേടിച്ചിട്ടുള്ളതാണ്. വേറെ ബാറ്ററികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, വേറെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി പാർട്സുകളെല്ലാം ഇതിൻ്റെ എന്ത് മോട്ടറോ കൺട്രോളറോ എന്ത് ഐറ്റം പോയാലും നമ്മളതിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. കംപ്ലൈൻറ്റ് വരുമ്പോൾ പോലും നമുക്ക് ആരും, നമ്മൾ വണ്ടി വിറ്റിട്ട് ആരും സ്പെയർ പാർട്സ് കിട്ടാണ്ട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. നമ്മൾ സ്പെയർ പാർട്സിന് റെഡിയാണ്. ബോഡി പാർട്സ് ആണെങ്കിലും ഇപ്പോൾ ഒരു ഡോർ വന്ന ഒരു വണ്ടി വന്ന് ഇടിച്ചൊരു ഡോർ പോയാൽ പോലും ആ ഡോർ പെയിൻ്റ് അടിക്കുന്ന കാശ് നമുക്ക് ഡോർ വരി കൊടുക്കാം. അത്രയും നമ്മളിൽ സ്പെയറുകൾ ഉണ്ടെന്ന് ഇപ്പോൾ വണ്ടിയായിട്ട് തന്നെ ഉണ്ട്. അതേപോലെ വണ്ടീൻ്റെ ടെക്നിക്കൽ സ്പെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റും? ഇത് വരുന്നത് 17 കിലോവാട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. അതായത് 17 യൂണിറ്റ് കറണ്ട് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ വേണം. ഓക്കെ. നമ്മുടെ വീട്ടിലൊരു ചാർജ് വെച്ചിട്ടൊരു 110 രൂപയുടെ കറണ്ട്. ഇതിന് ഒരു ഫുൾ ചാർജ് ചെയ്ത റേഞ്ച് പറയുന്നത് 164 കിലോമീറ്ററാണ്. ആ ടൈമിൽ റിയൽ റേഞ്ച് ആയിരുന്നു. കുറച്ച് ഓവറായിട്ട് പറഞ്ഞിട്ട് കുറച്ച് കിട്ടുന്ന രീതിയിലായിരുന്നില്ല. ഏറെക്കുറെ റിയൽ റേഞ്ച് തന്നെയാണ്. നല്ല രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ AC-യോട് കൂടിയിട്ട് കിട്ടുന്ന റേഞ്ച് തന്നെയാണ് അതിൽ കാണിക്കുന്നത്. AC-യോട് കൂടി എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാർ തന്നെ ഒരു നോർമൽ ഒരു 4 പേര് പോകുമ്പോൾ നല്ല രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ടെറൈൻ ഇതൊക്കെ കണ്ടീഷൻ പോലെ ഇരിക്കും, എന്നാലും കിട്ടുന്നതാണ്. വേണ്ട ഒരു 140 മുകളിൽ എങ്ങനെ പോയാലും നമ്മൾ ഏത് കണ്ടീഷനിൽ ഓടിച്ചാലും കിട്ടുന്നുണ്ട്. എന്തായാലും 140 കിട്ടും. 140 നമ്മൾ എങ്ങനെ കണ്ടീഷനിൽ ഓടിച്ചാലും കിട്ടുന്നുണ്ട്. വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 7 മണിക്കൂറാണ്. നമ്മൾ സാധാരണ 3-പിൻ പ്ലഗിൽ കുത്തിയാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. സാധാരണ നോർമൽ 3-പിൻ പ്ലഗിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ 7 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാം. അത്
ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് എങ്ങനെയാണ് വരുന്നത്? ഫാസ്റ്റ് ചാർജിങ് വരുന്നത് നമുക്ക് KSEBയുടെ ചാർജ് സ്റ്റേഷനുകൾ മാത്രമാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പ്രൈവറ്റ് സ്റ്റേഷനുകൾ ഇതിന് ഉള്ള ടൈപ്പ് ഗണ്ണില്ല. ഇല്ല. KSEBയുടെ എല്ലാ ചാർജ് സ്റ്റേഷനുകളിലും ഇതുണ്ട്. അത് നിലവിൽ ഓരോ ജില്ലയിലും ഒരു 5-6 ചാർജ് സ്റ്റേഷനുകൾ ഉണ്ട്, നിലവിലുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് കേരളം മുഴുവൻ കറങ്ങാൻ ഈ വണ്ടി കൊണ്ട് കറങ്ങാനുള്ള ചാർജ് സ്റ്റേഷനുകൾ നിലവിലുണ്ട്. ഇത് ഏത് ടൈപ്പ് ഗണ്ണാണ് ഇത്? ഇത് GBT എന്ന് പറഞ്ഞ ഗണ്ണാണ്. കൊമേഴ്ഷ്യൽ വണ്ടികളൊക്കെ ഈ ടൈപ്പ് ഗണ്ണിലാണ് വരുന്നത്. ടാറ്റയുടെ ഈസ്, ടിഗോർ എല്ലാം ഈ ടൈപ്പ് ഗണ്ണിലാണ്. ഓക്കെ ഓക്കെ. അതിന് അതേപോലെ തന്നെ ഇതിന്റെ മോട്ടോർ ഡ്രൈവ് എങ്ങനെ, ഫ്രണ്ടിലാണ് വരുന്നത്? അല്ല, റിയർ വീൽ ഡ്രൈവ് ആണ്. റിയർ വീലാണ് അല്ലേ? അപ്പോൾ എത്ര മോട്ടോർ, ഇതിന്റെ പവർ എത്ര വരുന്നത്? ഇതിന്റെ 23 HP മോട്ടറാണ് ഇതിൽ വരുന്നത്. അത് കിലോ വാട്ട് പറയാൻ പറ്റുമോ? കിലോ വാട്ട് എനിക്ക് കൺവേർട്ട് ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ? ഓക്കെ ഓക്കെ. നിലവിൽ 23 HP എന്നുള്ള ഇതാണ് സ്പെക്കിലാണ് കിടക്കുന്നത്. കുഴപ്പമില്ല. ഓക്കെ. അത് വരുന്നത് കിർലോസ്കറിന്റെ മോട്ടറാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ സ്പെയറുകളും ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സർവീസ് നമ്മളിപ്പോൾ ഒരു കമ്പയർ വിത്ത് മറ്റ് നെക്സോൺ, ടിഗോർ, ടിയാഗോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ മോട്ടർ പോയി കഴിഞ്ഞാൽ അത് കൺസീൽഡ് ടൈപ്പ് ഒരു തരം മോട്ടറാണ്. നമുക്ക് ഒന്നും ചെയ്യാനില്ല, അതങ്ങനെ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു നെക്സോണിന്റെ മോട്ടറിന് തന്നെ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുള്ളതിൽ അതിൽ 4.25 ലക്ഷം രൂപയാണ് മോട്ടർ മാറ്റി വയ്ക്കാം. ഇതിൽ നമുക്ക് വരുന്നത് സാധാരണ 3 ഫേസ് കിർലോസ്കറിന്റെ ഇൻഡക്ഷൻ മോട്ടറാണ്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. വേറെ പ്രത്യേകിച്ച് ഇതൊന്നും അതിലില്ല. നോർമൽ നമ്മൾ ഓപ്പൺ വെല്ലേക്ക് ഇടുന്ന ടൈപ്പ് ഒരു മോട്ടറാണ്. അഴിച്ച് റീവൈൻഡ് ചെയ്യാനാണെങ്കിൽ ഒരു 10,000 രൂപയുടെ ചിലവുകൊണ്ട് അഴിച്ച് റീവൈൻഡ് ചെയ്യാം. ഓക്കെ. അതേപോലെ ബ്രോ, നമ്മൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം അതിൻ്റെ സർവീസ് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കുമ്പം അതിൻ്റെ സർവീസ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ എടുത്ത ആൾക്കാർ കുടുങ്ങിപ്പോവുമോ ശരിക്കും പറയുകയാണെങ്കിൽ? നിലവിൽ ഇതിലങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സർവീസിൻ്റെ ബുദ്ധിമുട്ടിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലില്ല. ഓക്കെ. കോമൺ വരുന്ന എന്ന് പറയുന്നത് പെട്രോൾ നാനോയായിട്ടുള്ള ബോഡി, സസ്പെൻഷൻ, മെക്കാനിക്കൽ എല്ലാ കാര്യങ്ങളും നോർമൽ പെട്രോൾ നാനോയ്ക്ക് ഉപയോഗിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. അത് ചെയ്യാവുന്ന ഏത് വർക്ക്ഷോപ്പിലും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇലക്ട്രിക്കൽ കാര്യങ്ങൾക്ക് അങ്ങനെ ഇതിലൊരു പീരിയോഡിക്കൽ സർവീസ് ഇല്ല. ഇതിലൊരു കൂളൻ്റ് ഇല്ല, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, കേബിളുകൾ, ക്ലച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ. അപ്പം അതുകൊണ്ട് അത്തരം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. ആ കൂടിയിട്ടൊരു 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ബ്രേക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ മാത്രമാണ് ഒരു സർവീസിൻ്റെ ആവശ്യം വരുന്നത്. അതിൽ കുറേയൊക്കെ നമുക്ക് ഒരു ഫോൺ കോൾ കൂടുകളും തന്നെ അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിക്കുകയാണ് ചെയ്യാറുള്ളത്. അത്തരം ചില പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അതല്ലാതെ വിട്ടു വരികയാണെങ്കിൽ നമ്മൾ സൈറ്റിൽ പോയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇലക്ട്രിക് കാറിൻ്റെ റിപ്പയറിംഗ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഓൺ സൈറ്റ് പോയി അവിടെ സർവീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ തൃശ്ശൂരിൽ അല്ല, നമ്മൾ ഓൾ കേരളയാണെങ്കിലും അവിടെ പോയിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഈ വണ്ടികൾ മൊത്തം ഇങ്ങനെ കുറേ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു രൂപത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് അത് ഓരോരുത്തർ ഓർഡർ പറയുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയത്? അല്ല, ഇത് ഓൾറെഡി ഹൈദരാബാദ് ഓലയുടെ യാർഡിൽ ഇതുപോലെ തന്നെയാണ് കിടന്നിരുന്നത്. ഒരു പറമ്പിൽ, ഓപ്പൺ പറമ്പിൽ ഒരുപാട് വണ്ടികൾ അവരുടെ ഉണ്ട്. പെട്രോളും ഡീസലും ഒക്കെ വണ്ടികൾ കിടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇത് കിടന്നിരുന്നത് തന്നെയാണ്. ഈ കാലവും അങ്ങനെ തന്നെ കിടന്നിരുന്നത്. അവര് ഇതിനൊരു ചാർജിങ്ങിന്റെ ഏരിയയിൽ കൊടുത്തിട്ടിട്ട് അതിനിടയ്ക്ക് വണ്ടികൾ ചാർജ് ചെയ്യാൻ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. വണ്ടി ഉപയോഗിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. ഓക്കെ, ശരി. അപ്പോൾ അതിന്റെ പൊടികളും ഈ ഓടാതെ കിടന്നതിന്റെ ഇതൊക്കെ അതിന് കിടക്കുന്നുണ്ട്. ഈ കാഴ്ചയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിനുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്ന ഓരോ വണ്ടികളും ക്ലീൻ ചെയ്ത് ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ക്ലിയറാക്കി വണ്ടിയുടെ ബാറ്ററി നമ്മൾ ഊരിയെടുത്ത് അതിന്റെ സെല്ലുകൾ 75 സെല്ലുകൾ വെച്ചിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ് അതിൽ. അത് ഞാൻ കാണിച്ചു തരാം. ആ ഓരോ സെല്ലുകളും നമ്മൾ അതിൻ്റെ മെഷീൻ വെച്ച് അതിൻ്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് ആ വണ്ടി ആ ബാറ്ററി തിരിച്ച് വണ്ടിയിൽ പാക്ക് ചെയ്തിട്ട് അതിനുശേഷം മാത്രം നമ്മൾ ഈ വണ്ടി സെയിൽ ചെയ്യുന്നുള്ളൂ. അതും നമ്മൾ ഈ പാക്കിങ് കഴിഞ്ഞിട്ട് ഈ വണ്ടികളെല്ലാം കിടക്കുന്നത് 100 കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടാണ് ഈ വണ്ടികളെല്ലാം കിടക്കുന്നത്. അതായത് ഇവർ രജിസ്റ്റർ ചെയ്യാൻ RTOനെ കാണിക്കാൻ കൊണ്ടുപോയി വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് തിരിച്ചു വരെ യാർഡിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഈ വണ്ടി പുറത്തിറങ്ങിയിട്ടില്ല. ആ വണ്ടികൾ നമ്മളിവിടെ കൊടുന്ന് അതേ കണ്ടീഷനിൽ കൊടുക്കുന്നില്ല. ഇവിടെ ഞാനൊരു 1000 കിലോമീറ്ററെങ്കിലും ഓടിച്ചു നോക്കിയിട്ട് മാത്രമാണ് ആ വണ്ടി കൊടുക്കുന്നുള്ളൂ. കൊണ്ടുപോയവർക്ക് തലവേദന ഉണ്ടാവരുത് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ വണ്ടീൻ്റെ ടെക്നിക്കൽ സ്പെക്സ് പറഞ്ഞല്ലോ, അത് ഈ പറഞ്ഞ 18 വണ്ടികൾ അത്രയല്ലേ നിങ്ങളുടെ കയ്യിലുള്ള? എല്ലാത്തിനും ഒരേ സ്പെക്കാണോ? ഒരേ സ്പെക്കാണ്. ഒരേ കമ്പനിക്ക് ഒരേ ആവശ്യത്തിന് വേണ്ടി ഇറക്കിയിട്ടുള്ള വണ്ടികളാണ്.
അല്ലാതെ പല ഓപ്ഷനിലോ പല വേരിയന്റിലോ ഒന്നും ഇറക്കിയിട്ടില്ല. ഇത് ഈ കിടക്കുന്ന ഇതിപ്പോൾ ഈ ബമ്പർ നമ്മൾ അടുപ്പിച്ചതാണ്, പെയിന്റ് അടിച്ചതാണ്. അതല്ലെങ്കിലൊക്കെ വരുന്നത് ഈ ബ്ലാക്ക് ബമ്പറോട് കൂടിയിട്ട് അങ്ങനെയുള്ള അതവിടെ കാണിച്ചു തരാം. ആ ഒരു കണ്ടീഷനിൽ മാത്രമാണ് വരുന്നത്. ഇതിലൊരു 4 വണ്ടി മാത്രം ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അവർ. അതല്ലാത്തതെല്ലാം വന്ന ഇതിൽ കിടക്കുന്നതാണ്. അപ്പം എല്ലാ വണ്ടിക്കും സെയിം റേറ്റ് തന്നെയായിരിക്കും അല്ലേ? എല്ലാ വണ്ടികളും സെയിം റേറ്റ് തന്നെയാണ്. സ്പെക്കും വേരിയന്റും ഒക്കെ ഒന്നായതുകൊണ്ട് ആ റേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എത്രയാണ് ഒരാൾക്ക് വണ്ടി വാങ്ങിക്കണമെങ്കിൽ എല്ലാം അടക്കം, അതായത് ഒരു റേറ്റ് പറഞ്ഞിട്ട് പിന്നീട് അത് വേണം ഇത് വേണം എന്നല്ലാണ്ട് കംപ്ലീറ്റ് നമ്മൾ എല്ലാം കൂടി പറഞ്ഞിട്ട് ടോട്ടൽ എത്ര വണ്ടി വരുന്നത്? നമ്മളിപ്പോൾ ഇത് വരുന്നതെല്ലാം ഹൈദരാബാദ് വണ്ടികളാണ്, തെലങ്കാന രജിസ്റ്റേർഡ് ആണ്. നമ്മളിവിടെ വന്ന് കേരള, ഞാനിപ്പോൾ തൃശ്ശൂർക്കും തൃശ്ശൂർ തന്നെയുള്ള സബ് RTO ആണ് വടക്കാഞ്ചേരി. ഇവിടേക്കുള്ള NOCകളാണ് ഇപ്പോൾ ഇതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിവിടെ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഈ 2 RTOയിൽ വരുന്നവരാണെങ്കിൽ അവർ നേരിട്ട് അവരുടെ പേരിൽ ചെയ്ത് കൊടുക്കാം. അതല്ലാത്ത ഇപ്പോൾ പുറമെന്നുള്ളതൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് കേരള നമ്പർ ആയതിനു ശേഷമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഈ വണ്ടികൾ ഓരോ സർവീസ് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത വണ്ടികൾ അവരുടെ പേരിൽ നമ്മൾ മാറ്റി കൊടുക്കും. അത് ടോട്ടൽ നമ്മൾ 380,000 നമ്മൾ വണ്ടി കൊടുക്കുന്നത്. 3,80,000 രൂപയ്ക്ക് അവരുടെ പേരിൽ മാറ്റി കൊടുക്കും. ഡോക്യുമെന്റ്സ് എല്ലാം അവരുടെ പേരിൽ മാറ്റി കൊടുത്തിട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ഇതിന് വാറണ്ടിന്റെ കാര്യം എനിക്ക് അറിയില്ല, എന്നാലും എന്തെങ്കിലും വാറണ്ടി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇതിന്? ഇത് കമ്പനി വാറണ്ടി ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സർവീസിന് പോയിട്ടില്ല. വണ്ടി രജിസ്റ്റർ ചെയ്ത് യാർഡിൽ കിടക്കുന്നതാണ്, പിന്നെ സർവീസിന് പോയിട്ടില്ല. ഏത് വണ്ടിയാണെങ്കിലും സർവീസിന് പ്രോപ്പറായിട്ട് ചെന്നില്ലെങ്കിൽ ആ വണ്ടിയുടെ സർവീസ് വാറണ്ടി ഒക്കെ കട്ടാവുമല്ലോ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെയും വാറണ്ടി കട്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് കമ്പനി വാറണ്ടി ഇല്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒരു 6 മാസത്തെ വാറണ്ടി, മോട്ടർ, ഇലക്ട്രിക്കലായിട്ട് ഇത് ബാറ്ററി എല്ലാറ്റിനും കൊടുക്കുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. മെക്കാനിക്കൽ കാര്യങ്ങൾക്കൊന്നുമില്ല, അതായത് സസ്പെൻഷൻ, ബ്രേക്ക്, ബോഡി അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ വാറണ്ടി കൊടുക്കുന്നില്ല. ഇതിപ്പോൾ ടോട്ടൽ എത്ര പേരെടുത്തുണ്ടെന്ന് അറിയോ കേരളത്തിലൊരു 130 പേരോളം ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ? ഞങ്ങൾ ആ വണ്ടി 3 കൊല്ലം മുമ്പ് മേടിച്ച ഇതിൽ തൊട്ട് അന്ന് തൊട്ടേ ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഞങ്ങളതിൽ എല്ലാ കൊല്ലവും എവിടെയെങ്കിലുമൊക്കെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ജില്ലയിൽ ഒത്തുകൂടാറൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വണ്ടിക്ക് ട്രബിൾ ഉണ്ടെങ്കിലും കൂടി എല്ലാവരും കൂടി ഒന്നല്ലേ ഒരു സപ്പോർട്ടീവ് ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാവരും അങ്ങോട്ട് പരസ്പരം സഹായിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോൾ ഒരു ചാർജേഷൻ എവിടെയാണെന്നൊക്കെ അറിയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നമ്മളതിൽ ഡിസ്കസ്, എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിലും നമ്മളിപ്പോൾ പുതിയ കംപ്ലൈന്റ് എന്തെങ്കിലും വരുമ്പോൾ നമ്മളതിൽ അപ്ഡേഷനൊക്കെ ആരെങ്കിലും പറയുമ്പോൾ നമുക്കത് നോട്ടീസ് ചെയ്യാറുണ്ട്. അതിനുള്ള സൊല്യൂഷനൊക്കെ നമ്മൾ പറ്റാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് കൂടുതലും ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ആയിരിക്കുമല്ലോ അല്ലേ? ബ്രോയും അതേപോലെ തന്നെ എന്തോ ഇലക്ട്രോണിക്സ് അല്ലേ? ഞാൻ ഇലക്ട്രോണിക്സ് ആണല്ലേ? അപ്പം നിങ്ങൾക്ക് തന്നെ കുറേ നല്ല ഐഡിയ ഉണ്ടാവുമല്ലോ. പിന്നെ കൂടുതലും ഇതൊക്കെ ഒരു ടെക്നിക്കൽ മൈൻഡുള്ള ആളുകൾ തന്നെയാണ് കൂടുതലും വണ്ടി മേടിച്ചിട്ടുള്ളതൊക്കെ. ഒരു ടെക്നോളജിയോട് ഇഷ്ടമുള്ള ആളുകൾ അങ്ങനെയൊക്കെയാണ് ഈ വണ്ടി ആദ്യമൊക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി നമുക്കും മനസ്സുകൊണ്ട് എല്ലാവരെയും കുറച്ചുകൂടി ഒരു ഐക്യമുള്ളവരാണ് അതിൽ കൂടുതൽ. ഇതെല്ലാം പണി കഴിഞ്ഞ വണ്ടികളായിരിക്കും അല്ലേ? ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി നമ്മൾ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാറ്ററി എടുത്തിട്ട്. ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും ആ ലൈനിലുള്ളതാണ്. ബാറ്ററി ചെക്കിങ് കഴിഞ്ഞു, കേക്ക് ഇന്റീരിയർ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സെയിൽ ആയതാണോ? അല്ലല്ല, സെയിൽ ആയതൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതൊക്കെ കേരള നമ്പറായി ഉണ്ടാവും. അങ്ങനെ. ഇത് വർക്ക് കഴിഞ്ഞു, കാണിക്കാൻ RTOനെ പോയി കാണിച്ചിട്ട് വേണം കേരള നമ്പർ ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് കൊണ്ടുവരുന്നതാണ്. അതായത് പണി നടക്കുന്ന വണ്ടികളാണ് ഇതല്ലോ? അതെ. ഫൈൻ. അതേപോലെ വീട്ടിലെ വണ്ടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇതാണ് നമുക്ക് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ, സെയിലിനുള്ള കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടികൾ. ഇത് സെയിലിനുള്ള കണ്ടീഷൻ വണ്ടികളാണ്. ഇത് കേരള നമ്പർ ആക്കിയിട്ടുള്ള വണ്ടികളാണ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷനിലുള്ളത്. ഇതിലല്ലേ നമ്മളിപ്പോൾ വന്നത്? ഇതിൽ വന്ന വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി കൊടുക്കുമ്പോൾ ഈ ഒരു കണ്ടീഷനായിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് തുറന്ന് കാണാമല്ലോ അല്ലേ? സ്റ്റീരിയോ ഉണ്ടാവില്ലല്ലോ? സ്റ്റീരിയോ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കമ്പനി വരുമ്പോൾ ഇല്ല. അതിലെ ബാക്കിൽ വരുന്ന 2 ടയർ പുതിയത് മേടിച്ചിടും. ഫ്രണ്ടിലെ കമ്പനി ടയറിൻ്റെ ആയിരിക്കും. ബാക്കിൽ 2 ഫ്രഷ് ടയർ മേടിച്ചിടും. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണോ? ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ മൊത്തം സർവീസ് ആണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നിങ്ങൾ തന്നെ ചെയ്യുന്ന? അതെ. ഇതാണ് നമ്മുടെ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻ.
ഇതാണ് ഒരു വണ്ടിക്ക് വരുന്ന ഫുൾ സെറ്റ് ബാറ്ററി. ഇങ്ങനെയാണ് വരിക. ഇതിൽ നമ്മൾ ഓരോ ബാറ്ററികളും സെപ്പറേറ്റ് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ 75 സെല്ലുകളാണ് വരുന്നത്. ഇതാണ് ഒരു സെല്ല് എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടിയാണോ 17 kWh വരുന്നത്? അതെ. ഓക്കെ. ഇതാണ് അതിൽ വരുന്ന ഒരു ബാറ്ററി എന്ന് പറയുന്നത്. കാൽബ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അങ്ങനത്തെ എത്ര എണ്ണം? ഇതിൽ 75 ബാറ്ററികൾ വരുന്നുണ്ട്. ഏത് ഒരു പാക്കിൽ? അങ്ങനത്തെ 3 എണ്ണം? അല്ല, ഇത് മൊത്തം കൂടിയിട്ടുള്ളതാണ് ഒരു പാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ശരി. ഓക്കെ. ഒരു വരി 25 എണ്ണം ഉണ്ടാവും. അങ്ങനെ 75 ബാറ്ററികൾ വരുന്നുണ്ട്. ഫൈൻ. ഇതിൽ ഏത് സെല്ലാണെങ്കിൽ ആ സെല്ല് മാത്രം നമുക്ക് ഇതുപോലെ ഊരിയെടുത്തിട്ട് മാറ്റി വെക്കാവുന്നതുള്ളൂ. ഒരിക്കലും ബാറ്ററി പോയി എന്ന് പറഞ്ഞിട്ട് മൊത്തമായിട്ട് പോകുന്ന കാശിനെ പറ്റിയിട്ട് വണ്ടി മേടിക്കുമ്പോഴേ ആലോചിച്ച് നോക്കേണ്ട കാര്യമില്ല. നമുക്കിതിൽ പോകുന്ന ബാറ്ററി ഒരെണ്ണം മാത്രം മേടിക്കാൻ, അത് മാത്രം മാറ്റാവുന്നതാണ്. ഇതിനൊരു ബാറ്ററിക്ക് വരുന്നത് 2000 രൂപ. ഞാനതാ ചോദിക്കാൻ പോയത്. 2000 രൂപ ഒരു ബാറ്ററിക്ക്. അതിപ്പോൾ വില കുറഞ്ഞ് വരുന്നതാണ്. അത് നമുക്കിതിൽ ഇതുപോലെ തന്നെ ഓരോ സെല്ലിൻ്റെ കപ്പാസിറ്റി നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഈ മിഷൻ ടെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ അതിൽ കാണിക്കും. ഇതിപ്പോൾ റണ്ണിങ്ങിലാണ്. നമ്മളെ പഴയ പുലിയല്ലേ, RX 135. ഇതെന്താ സൈഡാക്കി വെച്ചേ? അത് നാനോ വന്നപ്പോൾ പിന്നെ തൊടാണ്ടായതാണ്. ഇതൊക്കെ ഇപ്പോൾ പുലിയാണ് അറിയാം. പക്ഷേ മോഹമുള്ള കാരണം കൊണ്ട് കൊടുക്കാൻ തോന്നില്ല എന്ന് മാത്രം. ഇതിൽ ചാർജിങ് സോക്കറ്റുകൾ വരുന്നത് ഇവിടെയാണ്. നമ്മുടെ വീട്ടിലെ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ്. നമ്മൾ ഈ പിന്ന് കുത്തിയിട്ടാണ് നമ്മൾ ഇത് നേരെ 3 പിൻ പ്ലഗ് കുത്തിയാൽ മതി. ഈ പ്ലഗ് നേരെ ജസ്റ്റ് ഒരു 3 പിൻ പ്ലഗിൽ ചെയ്താൽ മാത്രം. പവർ പ്ലഗ് അല്ലേ? പവർ പ്ലഗ് 16 amps. അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സോക്കറ്റ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് നിലവിൽ ഇങ്ങനെയല്ല, അതിനൊരു ഗണ്ണ് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുക. നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വണ്ടി ചാർജ് ചെയ്യുന്നത് ഫുള്ള് സോളാറിലാണ്, KSCB എന്നല്ല. അതായത് സോളാർ പാനൽ നേരെ MPPT കൊടുത്തിട്ട് MPPT ഔട്ട് ബാറ്ററിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ബാറ്ററി ലൈനാണ് പ്ലസ് മൈനസ്. അത് ഞാൻ വേറെ ഇതിൽ എൻഗേജ് ചെയ്തിട്ട് ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് KSCBനെ ആശ്രയിക്കാണ്ടാണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. റോബിൻ ബ്രോ, ഇന്നിനി കറണ്ട് വരുമോ? സാധ്യതയില്ല. ലക്ഷണം കാണാനില്ല. നമ്മളിവിടെ കുറേ നേരമായി നിൽക്കുന്നത്. കുറേ നേരമല്ല, ഒരു 10 മിനിറ്റ് എന്തായാലും. ഒരു 10 മിനിറ്റ് കൂടി നിന്ന് നോക്കാം. വെയിറ്റ് ചെയ്ത് നോക്കാം. ഒന്നുമില്ല, ഇവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ കാറ്. അപ്പോൾ അതൊന്ന് റോബിൻ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. ശരിക്കും ഫാസ്റ്റ് ചാർജ് ചെയ്യണമെങ്കിൽ എത്ര സമയം കൊണ്ട് ചാർജ് ആവും? ഫാസ്റ്റ് ചാർജ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ 10 മിനിറ്റ് വരുന്നത്. 1 മണിക്കൂർ 10 മിനിറ്റ് മതി ചാർജ് ചെയ്യാം. ഓക്കെ. പക്ഷേ ഇപ്പോൾ കറണ്ട് ഇല്ല. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ചെയ്ത് നോക്കായിരുന്നു അല്ലേ? നോക്കായിരുന്നു. ഓക്കെ. എനിവേ, പിന്നെ അതേപോലെ ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പോൾ റോബിൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ബാറ്ററി ഇപ്പോൾ കേടായിട്ടുണ്ടെങ്കിൽ സെൽസൊക്കെ നമുക്ക് മാറ്റാം. ഓക്കെ, സെൽസ് നമുക്ക് മാറ്റാം. അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ, അതായത് നമ്മൾ മൊത്തമായിട്ട് ബാറ്ററി മാറ്റേണ്ടി വരികയാണെങ്കിൽ ഏകദേശം എത്ര രൂപയാവും പുതിയ ബാറ്ററിക്ക്? ഒരു സെല്ല് മാറ്റുക എന്നുള്ളത് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടൊരു സെല്ല് മാറുന്നതാണ്. അതല്ലാതെ ബാറ്ററി മൊത്തത്തിലൊരു വീക്ക് ആവുന്നൊരു സമയം വരും. ലിഥിയം ബാറ്ററി എന്ന് പറയുന്നത് ഒരു ദിവസം ഒറ്റയടിക്ക് എല്ലാം നാശമായി പോകുന്ന സാഹചര്യം ഇല്ല. അങ്ങനെ വരില്ല. ഒരു ഗ്രാജുവലി അതിന്റെ റേഞ്ച് കുറഞ്ഞ് അതിന്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ. ബാറ്ററി 70 AH എന്നുള്ളതാണ് അതിന്റെ കപ്പാസിറ്റി. അത് കുറഞ്ഞ് 50, 40, 30 കൊണ്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് മൊത്തത്തിൽ മാറ്റേണ്ടി വരികയാണെങ്കിൽ 1,20,000 ഇപ്പോഴത്തെ ചെലവ് വരുന്നത്. 1,20,000 ഇപ്പോഴത്തെ ചെലവ് വരുന്നത്. ഇപ്പോൾ വരുന്ന പുതിയ മോഡൽ ബാറ്ററി ഇതിൽ വെക്കുമ്പോൾ വരുന്ന ചെലവാണ് പറഞ്ഞത്. ഇത് കമ്പനി ഇരിക്കുന്ന ബാറ്ററി വെക്കുമ്പോൾ 1,00,000 രൂപ വരും. പക്ഷെ നമുക്കിപ്പോൾ വരുന്ന ബാറ്ററി ഒന്നിട്ട് റേറ്റ് കുറഞ്ഞിട്ടുള്ള പുതിയ മോഡൽ ടൈപ്പ് ബാറ്ററികൾ വരുന്നത്. പുതിയ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞ ഇതിനേക്കാളും ഈ സൈസിൽ തന്നെ ഇതിനേക്കാളും അയച്ച് കിട്ടുന്ന ടൈപ്പ് ബാറ്ററികൾ വരുന്നത്. അതിന് വാറണ്ടി കിട്ടുമോ? അതിന് 1 ഇയർ വാറണ്ടി കിട്ടും. 1 ഇയർ വാറണ്ടി അല്ലേ? ഇപ്പം നിലവിലുള്ള ഇതിൽ ഉള്ള ബാറ്ററി ഇല്ലേ, അതിൻ്റെ ലൈഫ് എത്ര കിട്ടും? ഇതിൻ്റെ ലൈഫ് കമ്പനി പറഞ്ഞിട്ടുള്ളത് 2000 സൈക്കിളാണ് പറഞ്ഞിട്ടുള്ളത്. സൈക്കിൾ ചാർജ് ഡിസ്ചാർജ് ആണ്. അതായത് ഒരു ഫുൾ ചാർജ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നത് ഒരു സൈക്കിളാണ്, ഒരു ഇത്. അപ്പോൾ നമ്മൾ ഒരു ഫുൾ ചാർജ് ഡിസ്ചാർജ് കൊണ്ട് ഒരു 150 കിലോമീറ്റർ വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് ഒരു 1000 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 1,00,000 കിലോമീറ്ററായി. 2000 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 3,00,000 കിലോമീറ്ററായി. വേണ്ട, നമുക്കിതിൽ നല്ലൊരു ലൈഫ് 1000 സൈക്കിൾ കിട്ടിയാൽ തന്നെ കാശ് മുതലായി. പെട്രോളിൻ്റെ കാശ് നോക്കുമ്പോൾ നമുക്ക് എത്രയോ മുതലായി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമുക്ക് കുറച്ച് വീക്കാവുമ്പോൾ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 120 കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നുള്ളതാണ് ശരിക്കും, ആ കപ്പാസിറ്റി കുറഞ്ഞിട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ബാലൻസ് ഒരു 30 കിലോമീറ്റർ കൂടി അഡീഷണൽ കിട്ടാനുള്ള ബാറ്ററി മാത്രം വെച്ച് കൊടുത്താൽ മതി. ഒരു ബാറ്ററി പാക്ക് വെച്ചുകൊണ്ട് വീണ്ടും പഴയ റേഞ്ചിലേക്ക് കിട്ടും. അതിൻ്റെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റാവുന്നത് നമുക്ക് ഉപയോഗിക്കാം. അത്രയും ഉപയോഗിച്ച് എടുത്തിട്ട് മാത്രം ബാറ്ററി മാറ്റേണ്ട കാര്യമുള്ളൂ. ഒറ്റ സുപ്രഭാതത്തിൽ എല്ലാം കൂടി എടുത്ത് കളയേണ്ട ഒരു കാര്യമില്ല. നമുക്കൊരു കുറവ് വരുന്നുണ്ടെങ്കിൽ ആ കുറവിനുള്ള ബാറ്ററി മാത്രം നമുക്ക് കിലോ അഡീഷണൽ വെച്ച് കൊടുത്തുകൊണ്ട് റേഞ്ച് എടുക്കാം. അതല്ലാതെ റേഞ്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ബാറ്ററി പാക്ക് വെച്ചിട്ട് റേഞ്ച് കൂട്ടാം.
ഇപ്പം 150 കിലോമീറ്റർ കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു 200 കിലോമീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ 5 കിലോ വാട്ട് ബാറ്ററി എക്സ്ട്രാ വെച്ചുകൊണ്ട് നമുക്ക് റേഞ്ച് കൂട്ടാം. അങ്ങനെ കുറേ പേര് ഉപയോഗിക്കുന്നവരുണ്ട്. ഡെയിലി 150 കിലോമീറ്റർ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ ഇതിനൊന്നും നേരം കളയണ്ട. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്ററി പാക്കിൻ്റെ അഡീഷണൽ വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് 200 കിലോമീറ്റർ ഓടാം. ആ രീതിയിൽ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റാറുണ്ട്. ഇതിൻ്റെ ബാറ്ററി എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇത് ബാറ്ററി വരുന്നത് ഈ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് മുഴുവൻ ബാറ്ററി പാക്കാണ്. ഈ എൻഡ് മുതൽ ആ സീറ്റിൻ്റെ എൻഡ് ഇതേപോലെ എൻഡ് വരയ്ക്ക് ബാറ്ററി പാക്കാണ് വരുന്നത്. അത് ഇത്ര പോകുന്ന ബാറ്ററി പാക്കാണ് വരുന്നത്. ഈ ബാക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് അതിൻ്റെ ബാറ്ററി പാക്ക്. ഇത് വീട്ടിൽ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ അതെ. അതിൻ്റെ ഒരു വീഡിയോ അയച്ചു തരികയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കാണിക്കായിരുന്നു കേട്ടോ. കറണ്ട് വരും തോന്നില്ല കേട്ടോ അല്ലേ? കുറവാണ്. ഇനി ചിലപ്പോൾ 5 മണിയെങ്കിലും ആവേണ്ടി വരും. 4 മണിയിലായിട്ടുള്ള. ഏതാ ഗണ്ണ് ഇതിൻ്റെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇത് GBT എന്ന് പറഞ്ഞ ടൈപ്പ് ഗണ്ണാണ് വരുന്നത്. ഓക്കെ, ഇത്തരം ഗണ്ണുകളാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ വണ്ടിയിൽ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സ്ലോട്ടിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. നമ്മുടെ മൊബൈലിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഏത് ആപ്പ്? KE മാപ്പാ. അതിൽ ഇതിലിവരുടെ QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, പക്ഷെ അത് വരും. അത് അൺഅവൈലബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കിടക്കുന്നതാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചാർജിങ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ചെയ്യും. 1.5 മണിക്കൂർ കൊണ്ട് 1.25 മണിക്കൂർ മാക്സിമം. 1.25 മണിക്കൂർ ഫുൾ ചാർജ്. ഇതിൽ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 17 യൂണിറ്റ് കറണ്ട് അല്ലേ വേണ്ടേ? അതെ. എത്ര രൂപ ഇവിടുന്ന് ചാർജ് ചെയ്യുമ്പോൾ അറിയോ? ഇവിടുന്ന് ചാർജ് ചെയ്യുമ്പോൾ യൂണിറ്റിൻ്റെ ചാർജ്, ഇവരുടെ ചാർജ് 2 താരിഫാണ് ഇപ്പോൾ ഉള്ളത്. പകലും രാത്രിയും വെവ്വേറെ ചാർജ്. ഇപ്പോൾ പകല് ചാർജ് ചെയ്യാനാണെങ്കിൽ സോളാർ ടൈം എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ ചാർജ് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 18 രൂപ യൂണിറ്റിന് ചാർജ് ചെയ്യുന്നുണ്ട്. 18 to 17. അതേപോലെ വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് 7 രൂപ മാക്സിമം ചാർജ് ചെയ്യാം. 7 into 17. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, അതായത് ഈ വണ്ടിക്ക് 2 റൈഡിംഗ് മോഡുകളാണ് ഉള്ളത്. ഡ്രൈവ് മോഡും അതുപോലെ തന്നെ സ്പോർട്സ് മോഡും. 80 km/h ആണ് ടോപ്പ് സ്പീഡ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി എടുക്കാൻ ഒരിക്കലും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഒരുപാട് പേരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിക്ക് ലഭിക്കുന്ന സർവീസിനെ കുറിച്ചും അതുപോലെ തന്നെ സ്പെയർ പാർട്സിന്റെ ലഭ്യതയെയും കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം ഇവിടെ വന്ന് വണ്ടി ഓടിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിന് തൃപ്തിപ്പെട്ടാൽ മാത്രം വണ്ടി എടുക്കുക. ഇതാണ് റോബിന്റെ കോണ്ടാക്ട് നമ്പർ. അപ്പോൾ റോബിൻ ബ്രോ, എന്തായാലും നിങ്ങളുടെ വാല്യുബിൾ സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, കാണാം. റയാൻ, എന്താ ഒരു സന്തോഷമില്ലാത്ത? അടിപൊളിയല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2-ലോ? ഓക്കെ, എന്നാൽ ശരി ബ്രോ, ശരിയാണ്, കാണാം.